ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ മാത്രം. കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. കലോത്സവം പൂർണ്ണമായും പ്രേക്ഷകരിലെത്തിക്കാൻ TCB. പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പാലക്കാട് നിന്ന് തിരുവനന്തപുരം പോലീസാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവം CCTV ഹാർഡ് ഡിസ്ക് ഫോറൻസിക് ലാബ് പരിശോധനയ്ക്ക് അയച്ചു. തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പൂങ്കുന്നത്ത് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി. പഴയന്നൂർ ചീരക്കുഴി ഡാമിലെ വെള്ളത്തിന് നിറമാറ്റം സംഭവിച്ചതിൽ ആശങ്ക. രാസവസ്തുക്കൾ കലർന്നതായാണ് സംശയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ മാത്രം. ബുധനാഴ്ച കലോത്സവത്തിന് തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. 24 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ചൊവ്വാഴ്ച ടൗൺ ഹാളിൽ വരവേൽപ്പ് നൽകും. കലോത്സവം പൂർണ്ണമായും TCV തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മിനി പൂരം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 14-ന് രാവിലെ 9-ന് കലോത്സവത്തിന്റെ മുഖ്യവേദിയായ സൂര്യകാന്തിയിൽ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ മേളപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം ഒരുക്കും. 100ഓളം കലാകാരന്മാർ മേളം അവതരിപ്പിക്കും. വർണ്ണക്കുടമാറ്റവും ഒരുക്കും. കലോത്സവത്തോടനുബന്ധിച്ചുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര തിങ്കളാഴ്ച ജില്ലയിൽ പ്രവേശിക്കും. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനത്തിൽ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പങ്കെടുക്കും. 13-ന് ഉച്ചയ്ക്ക് 12-ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സ്വീകരണം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. പൂരത്തിന്റെ മേളത്തെ കുട്ടികൾക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് സംഘാടക സമിതിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി കുടമാറ്റത്തിൻ്റെ നാടായിട്ടുള്ള തൃശ്ശൂരിൽ 64 വർണ്ണ കുടകളോടുകൂടി കുട്ടികളെ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായി പാണ്ടിമേളത്തോടെ, എലഞ്ഞിത്തറ മേളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താളം പാണ്ടിയാണെന്നുള്ളത് കൊണ്ട് പാണ്ടിമേളത്തോടെ 100 കലാകാരന്മാർ, വാദ്യകലാകാരന്മാർ അണിചേരുന്ന 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാണ്ടിമേളമായിരിക്കും അരങ്ങേറുക. 9 മണിക്ക് തന്നെ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയുടെ പരിസരത്ത് എക്സിബിഷൻ സെന്ററിന്റെ നമ്മൾ നടത്തുന്ന ഗ്രൗണ്ടിൽ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാട് പാറമേക്കാവ് മേളങ്ങളുടെ പ്രമാണിമാർ തന്നെ നേതൃത്വം നൽകുന്ന പൂരമായിരിക്കും കുട്ടികൾക്ക് കാണാനാവുക. അതൊരു പുതിയ അനുഭവമായിരിക്കും. 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു മേളത്തോടു കൂടിയായിരിക്കും നമ്മുടെ കലോത്സവം തുടക്കം കുറിക്കുക എന്നുള്ളത് തന്നെ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരാനുള്ള വലിയൊരു അനുഭവമായിരിക്കും. തൃശ്ശൂരിൽ ഇത്തവണ 13-ാം തീയതി മുതൽ ശ്രദ്ധേയമായിട്ടുള്ള അലങ്കാരവും നൈറ്റ് ഷോപ്പിംഗും ഉണ്ടായിരിക്കും എന്നതുകൂടി ഇത്തവണത്തെ സ്കൂൾ യുവജനോത്സവത്തിന്റെ പ്രത്യേകതയാണ്. അത് നഗരം പൂർണ്ണമായിട്ടും അലങ്കരിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിലും അലങ്കാര പരിപാടികൾ നടത്തും. നമ്മുടെ ആകാശവാദിയൊക്കെ അലങ്കരിക്കാനുള്ള പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ. രാത്രി 10 മണി വരെ തൃശ്ശൂരിൽ നിന്ന് ചെറുവഴികളിലേക്ക് ഉൾപ്പെടെ ബസ് സർവീസ് നടത്താൻ വേണ്ടി സബ് കളക്ടറുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. RTO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടിയാലോചിച്ച് പ്രത്യേക സാങ്ഷൻ കൊടുത്തുകൊണ്ട് 10 മണിക്ക് ശേഷവും പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഊട്ടുപുരയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 13-ന് രാവിലെ 9-ന് കലവറ നിറയ്ക്കലും ഉച്ചതിരിഞ്ഞ് 3-ന് പാലുകാച്ചൽ ചടങ്ങും നടത്തുമെന്ന് ഊട്ടുപുരയിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു.
കലോത്സവത്തിനായി 13-ാം തീയതി മുതൽ എത്തിച്ചേരുന്നവർക്കായി ഭക്ഷണം ഒരുക്കും. ദിവസവും 20,000-ഓളം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. മേയർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ റിമാൻഡ് ചെയ്തു. പാലക്കാട് നിന്നും തിരുവനന്തപുരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇമെയിലായി ലഭിച്ച പരാതിയിലാണ് അറസ്റ്റ്. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ AR ക്യാമ്പിലെത്തിച്ച് SIT മേധാവി G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് യുവതിയുമായി ഉണ്ടായതെന്ന് രാഹുൽ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അതീവ രഹസ്യമായാണ് രാഹുലിനെ അർദ്ധരാത്രിയിൽ ഹോട്ടലിൽ എത്തി SIT അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച ഉച്ച മുതൽ രാഹുൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് നിന്ന് പോലീസ് സംഘമെത്തിയാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. രാഹുലിന്റെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ തിരുവനന്തപുരത്തെ ഫോറൻസിക് സയന്റിഫിക് ലാബിലേക്ക് അയച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. 5 ദിവസം മുൻപാണ് യുവതിയുടെ പരാതി SIT മേധാവി G പൂങ്കുഴലിക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി സംബന്ധിച്ച് അദ്ദേഹവും അദ്ദേഹത്തിനെ നിശ്ചയിച്ച പാർട്ടിയും മാന്യത കാണിക്കണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എപ്പോഴും വാദിക്കുന്ന പൊതുപ്രവർത്തകർ ഈ അപമാനത്തിലേക്ക് ചെന്ന് വീഴരുത്. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട എല്ലാ മര്യാദകളും രാഹുൽ ലംഘിച്ചു. വേണ്ടപ്പെട്ടവർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും K രാജൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നൈതികതയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ MLAയും കാണിക്കണം, MLA നിശ്ചയിച്ച പാർട്ടിയും കാണിക്കണം. വളരെ ഗുരുതരമായിട്ടുള്ള നാട് കേൾക്കാൻ അപമാനം തോന്നുന്ന വിധത്തിലുള്ള ആരോപണങ്ങളൊന്നല്ല തുടർച്ചയായി പിന്നാലെ വരുന്നു എന്നുള്ളതാണ്. ഒരു തവണ ആരോപിക്കപ്പെട്ടപ്പോൾ ആരുടെ ചുമതലയാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊഴിയാൻ കഴിയും. ഇനി തുടർച്ചയായി 2 കേസുകളിൽ ജാമ്യമെടുത്തിട്ടും 3ാമതൊരു കേസ് കൂടി വരുന്നു. ആ കേസുകളിലുള്ള വിഷയങ്ങളിൽ എല്ലാം ഒരു സമാനതകൾ ഉണ്ടാകുന്നു. പൊതുപ്രവർത്തകരുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് തുടർച്ചയായിട്ട് വാദിക്കേണ്ട പൊതുപ്രവർത്തകർ തന്നെ ഇത്തരം അപമാനത്തിലേക്ക് ചെന്ന് വീഴുന്നു. ഇനിയും സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയ ഡാമേജ് ഉണ്ടാക്കും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല, കേരളത്തിൻ്റെ പൊതുജീവിതത്തിന് തന്നെ അപമാനകരമായിരിക്കും. ബന്ധപ്പെട്ടവർ ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയാണ് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശരി എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരിടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ച സംഭവത്തിൽ CCTV ക്യാമറ, ഹാർഡ് ഡിസ്ക് ഫോറൻസിക് ലാബ് പരിശോധനയ്ക്ക് അയച്ചു.
ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്കാണ് പരിശോധനയ്ക്ക് പോലീസ് അയച്ചത്. തീപിടിച്ച പാർക്കിംഗ് ഏരിയയിൽ 13 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. കത്തിനശിച്ച വാഹനങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായതായി പോലീസ് അറിയിച്ചു. 322ഓളം വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ഇതിൽ 9 വാഹനങ്ങൾ റെയിൽവേ ജീവനക്കാരുടേതാണ്. കത്തി നശിച്ച വാഹനങ്ങളിൽ 47 എണ്ണത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തം ഉണ്ടായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ നഷ്ടം സംഭവിച്ച എല്ലാ വാഹന ഉടമകൾക്കും അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് വാഹന ഉടമകളുടെ യോഗം ചേർന്നു. സംഭവത്തിന് ഉത്തരവാദികളായ ഏജൻസികളിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കൽ അധ്യക്ഷനായ യോഗത്തിൽ സെക്രട്ടറി ഗോപകുമാർ വിഷയാവതരണം നടത്തി. തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പൂങ്കുന്നത്ത് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി. രാമവർമ്മപുരം സ്വദേശി ലിനോഷ്യയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു തട്ടിപ്പ് നടന്നത്. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ പേരിലായിരുന്നു തട്ടിപ്പ്. തൃശൂർ അശ്വിനി ജംഗ്ഷനിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും ലിനോഷ്യയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിരുന്നു. പിന്നാലെ തട്ടിപ്പുകാർ വാട്സ്ആപ്പ് കോളിലൂടെ ബന്ധപ്പെട്ടു. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ എന്ന പേരിലായിരുന്നു ബന്ധപ്പെട്ടത്. ഇതിനായി ക്രെഡിറ്റ് കാർഡിന്റെയും ATM കാർഡിന്റെയും ഫോട്ടോ വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ലിനോഷ്യ അയച്ചു നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ലിനോഷ്യയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 49,000 രൂപയും അക്കൗണ്ടിൽ നിന്ന് 99,000 രൂപയും നഷ്ടപ്പെടുകയായിരുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സൈബർ സെല്ലിലും ബാങ്കിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ലിനോഷ്യ. TCV ന്യൂസ്, തൃശൂർ. പഴയന്നൂർ ചീരക്കുഴി ഡാമിലെ വെള്ളത്തിന് നിറമാറ്റം സംഭവിച്ചതിൽ ആശങ്ക. രാസവസ്തുക്കൾ കലർന്നതായാണ് സംശയം. ഡാമിലെ വെള്ളത്തിന് കറുത്ത നിറമായിരിക്കുകയാണ്. പ്രദേശത്തെ വ്യവസായശാലകളിൽ നിന്നും മാലിന്യം തള്ളിയതായി മത്സ്യത്തൊഴിലാളികൾ സംശയിക്കുന്നു. സാമൂഹ്യ വിരുദ്ധർ മാലിന്യം ഉപേക്ഷിച്ചതായും സംശയമുണ്ട്. 2 ദിവസം മുൻപ് കൊണ്ടാഴി ഗായത്രി പുഴയോരത്ത് ശുചിമുറി മാലിന്യം തള്ളിയിരുന്നു. എന്തായാലും ഡാമിനെ ആശ്രയിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒറ്റ മത്സ്യം പോലും ഇപ്പോൾ ലഭിക്കുന്നില്ല. 350ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നത്. പഴയന്നൂർ പഞ്ചായത്തിന്റെ കീഴിൽ ഇവിടെ 10-30ഓളം മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഡാമിൻ്റെ ഉള്ളിൽ വലയിട്ടാൽ മീൻ കിട്ടുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മാലിന്യം വെള്ളത്തിൽ വന്ന് ചാടുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത് അറിയുന്നില്ല. വെള്ളം നല്ല ബ്ലാക്ക് കളറാണ്. വല ഇടുമ്പോൾ അതിൽ നല്ല കൊഴുപ്പിന് ഉള്ള കറുപ്പ് കളറുള്ള ഇത് പിടിക്കുകയാണ്. എന്താണെന്നത് അറിയണില്ല. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ള നിയമ നടപടി ചെയ്തു തരണം. മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും ഡാമിൽ നിന്ന് മീൻ കിട്ടുന്നില്ല. അപ്പോൾ ഫിഷറീസ് വകുപ്പിനും ചീരക്കുഴി ഇറിഗേഷൻ വകുപ്പിനും മത്സ്യത്തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട്. അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. TCV, തിരുവല്ലാമല. രാജ്യത്തെ കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് വിഹരിക്കാൻ കേന്ദ്ര സർക്കാർ വിട്ടുകൊടുക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA, ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി PK ഡേവിസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ നേരത്തെ തെരഞ്ഞെടുത്തിരുന്നു. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷനായ ധനകാര്യ കമ്മിറ്റി ഉൾപ്പെടെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കോർപ്പറേഷനിൽ ഉള്ളത്. ഇതിൽ 4 സ്ഥാനങ്ങൾ വനിതകൾക്കാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ നൽകാനാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനം. TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, ഷീന ചന്ദ്രൻ, വത്സല ബാബുരാജ്, ശ്യാമള മുരളീധരൻ, അഡ്വക്കേറ്റ് വില്ലി ജിജോ തുടങ്ങിയവരെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക വിവേചനം മൂലം കേരള വികസനം തടസ്സപ്പെടില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP ആനന്ദൻ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി NI ഷാജു, ട്രഷറർ KK മനോജ്, VV ഹാപ്പി, VJ മെർലി തുടങ്ങിയവർ സംസാരിച്ചു. നീതി അസാധ്യമാണെന്നാണ് കോടതികളടക്കം പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. സമീപകാലത്തായി സ്ത്രീകളുടെ പ്രശ്നത്തിലുണ്ടാകുന്ന കോടതി വിധികൾ പലതും അവരെ വീണ്ടും വീണ്ടും അടിച്ചമർത്തുന്നതാണെന്നും സാറ ജോസഫ് പറഞ്ഞു. പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകനും ലാലൂർ സമരനായകനുമായ TK വാസുവിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതം സുവർണ ജൂബിലിയിൽ എത്തിയതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച സമാദരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സംഘാടക സമിതി ചെയർമാൻ പൂനം റഹീം അധ്യക്ഷത വഹിച്ചു. ജനകീയ സമരങ്ങളുടെ ദേശീയ സഖ്യം കൺവീനർ മീര സംഘമിത്ര മുഖ്യപ്രഭാഷണം നടത്തി. P. ബാലചന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, K. വേണു, ഗ്രോ വാസു, സംഘാടക സമിതി കൺവീനർ ശരത് ചേലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. പെരുമ്പലാവ് സ്വദേശി ഈച്ചരത്ത് മണ്ണമ്പറമ്പിൽ വീട്ടിൽ ടിങ്കുവിന്റെ മകൻ 38 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. ഡിസംബർ 30-നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അവിവാഹിതനായ യുവാവ് സഹോദരന്റെയും അമ്മയുടെയും കൂടെ പെരുമ്പിലാവിലെ വീട്ടിലാണ് താമസം. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഏതാനും വർഷങ്ങളായി യുവാവ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി പറയുന്നു. മംഗലം ഡാമിൽ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ സംഘത്തിലെ 17-കാരൻ തിപ്പിലിക്കയം വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. കാളത്തോട് ചക്കാലത്തറ 17 വയസ്സുള്ള അക്മലാണ് മരിച്ചത്. ഞായറാഴ്ച കാലത്ത് ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയതായിരുന്നു 5-അംഗ സംഘം. കൂടെയുണ്ടായിരുന്നവർ വിവരമറിയിച്ചതിനെ തുടർന്ന് മംഗലം ഡാം പോലീസും അഗ്നിരക്ഷാ സേനയും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മർത്താക്കര കുഞ്ഞനംപാറയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. കല്ലൂർ കോട്ടായി സ്വദേശി തേറാട്ടിൽ കളപ്പുര വീട്ടിൽ ഡേവിസിന്റെ മകൻ ഡെൽസണാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 28-ന് രാത്രിയിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഡെൽസൺ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാത്രിയാണ് മരിച്ചത്. ഉള്ളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള TCVയുടെ പ്രത്യേക സെഗ്മെന്റ് കലാപൂരം. കലോത്സവത്തിനായി തൃശൂരിൽ കലവറയൊരുങ്ങുന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഊട്ടുപുര. കലോത്സവത്തിനെത്തുന്ന 10,000-കൾക്കാണ് ഭക്ഷണം വിളമ്പേണ്ടത്. ഇത്തവണയും ഭക്ഷണമൊരുക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ്. കലോത്സവം ആരംഭിക്കുന്നതിന് തലേനാൾ ചൊവ്വാഴ്ച രാത്രി മുതൽ ഭക്ഷണം നൽകി തുടങ്ങും. ജീവിതശൈലി രോഗങ്ങൾ കുട്ടികളിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കും. അമിതമായ മധുരവും എണ്ണയും ഒഴിവാക്കി പുഴുങ്ങിയതും പോഷകസമൃദ്ധവുമായ ഭക്ഷണം മാത്രമേ കലോത്സവത്തിൽ വിളമ്പുകയുള്ളൂ. ദിവസവും 50,000 പേരെങ്കിലും ഭക്ഷണം കഴിക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രഭാത ഭക്ഷണം, പായസത്തോടുകൂടിയ ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം എന്നിങ്ങനെ 3 നേരം ഭക്ഷണം ഒരുക്കും. രാവിലെ 11-നും വൈകിട്ട് 4-നും ചായയും സ്നാക്സും നൽകും. പൂർണ്ണമായും വെജിറ്റേറിയൻ വിഭവങ്ങളാണ് വിളമ്പുക. ഭക്ഷണം വാഴയിലയിൽ വിളമ്പും. പേപ്പർ ഗ്ലാസുകൾക്ക് പകരം സ്റ്റീൽ ഗ്ലാസുകൾ ഉപയോഗിക്കും. പ്രഭാത ഭക്ഷണം രാവിലെ 7 മുതലും ഉച്ചഭക്ഷണം 11 മുതലും രാത്രി ഭക്ഷണം 7 മുതലും വിതരണം ആരംഭിക്കും. 13-ന് ഉച്ചയ്ക്ക് 3-നാണ് കലവറയുടെ പാലുകാച്ചൽ. TCV തൃശൂർ. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി TCV ടീം ഒരുക്കിയ പ്രൊമോ വീഡിയോ ശ്രദ്ധേയമാകുന്നു. ക്യാമറാമാൻ പ്രവീൺ പ്രകാശ്, ഷിബി പോട്ടൂർ എന്നിവരാണ് പ്രൊമോ വീഡിയോ സംവിധാനം ചെയ്തതും ചിത്രീകരിച്ചതും. 1 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് പ്രൊമോ വീഡിയോ. റിപ്പോർട്ടർ സൂര്യ, റിപ്പോർട്ടർ ട്രെയിനികളായ മീനാക്ഷി, യദുകൃഷ്ണൻ എന്നിവരാണ് പ്രൊമോ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത്. കുഞ്ഞു പിള്ളേരെ പൂക്കളുടെ പേര് പറഞ്ഞു കളിക്കാ കഴിഞ്ഞിട്ടില്ല, കിടക്കണുള്ളൂ. നന്ദിയാർവട്ടം, ഡാലിയ, വാടാമല്ലി, മുല്ലപ്പൂവ്, ആമ്പൽപ്പൂവ്, തുമ്പപ്പൂവ്, കണ്ണാന്തളി, പിച്ചകപ്പൂ, ജമന്തി, തെച്ചിപ്പൂവ്, താഴമ്പൂ, ചെണ്ടുമല്ലി. ഇതെന്തുട്ടെന്ന് മനസ്സിലായാവേ. തൃശ്ശൂര് നടക്കണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 25 വേദികളാണ്. 14 മുതല് 18 വരെ നമ്മുടെ കലോത്സവം TCVയില് ലൈവായി കാണിക്കണ്ടാ. ഒരാളും മിസ്സാക്കണ്ട.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കുന്ന രംഗപൂജ നൃത്ത പരിശീലനം കാണാൻ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ കലാമണ്ഡലത്തിലെത്തി. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 40ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് രംഗപൂജ അവതരിപ്പിക്കുന്നത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേദക്കാട് കുതിരപ്പാടം പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം തുടങ്ങി. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് വൻ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത്. കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കാൻ ടാർപ്പായകൾ വാടകയ്ക്കെടുത്ത വകയിൽ വലിയ തുകയാണ് നഷ്ടമായത്. രാത്രികാലങ്ങളിൽ കാവലിരിക്കേണ്ട സ്ഥിതിയുമുണ്ടായി. സപ്ലൈകോയുടെ നിർദ്ദേശപ്രകാരം കാലടിയിലുള്ള മില്ലുകളാണ് ഇപ്പോൾ പോർക്കുളം, കുതിരപ്പാടം, വേദക്കാട് പാടശേഖരങ്ങളിലെ നെല്ല് കയറ്റി പോകുന്നത്. നെല്ലിന്റെ വിലയെക്കുറിച്ചോ കിഴിവിനെ പറ്റിയോ യാതൊരു അറിയിപ്പും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. പാടത്ത് ചാക്കിലാക്കി വെച്ചിരിക്കുന്ന നെല്ല് കമ്പനിയിൽ എത്തിക്കുക മാത്രമാണ് നടക്കുന്നത്. കുറഞ്ഞ അളവുള്ള കർഷകരുടെ നെല്ല് മാത്രമാണ് എടുക്കുന്നത്. കൃഷിഭവന്റെ അനാസ്ഥയാണ് സംഭരണം വൈകാൻ കാരണമെന്ന ആക്ഷേപമുണ്ട്. അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ വേഗത്തിൽ വൈക്കോൽ കയറ്റി പോകുന്നുണ്ട്. കെട്ടിന് 140 രൂപ ലഭിക്കുന്നതായി കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം തുടങ്ങിയില്ല. ഇതോടെ കൊയ്തെടുത്ത നെല്ല് കർഷകർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പാടത്ത് കൂടുതൽ കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. അധികൃതരുടെ അനാസ്ഥ മൂലം വൻ നഷ്ടമുണ്ടാകുന്നതായി കർഷകർ കുറ്റപ്പെടുത്തി. സപ്ലൈകോ ആദ്യം ഏർപ്പാടാക്കിയ സ്വകാര്യ മില്ലുകാരെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും നെല്ല് ആവശ്യമില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. വിവരം സപ്ലൈകോ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് മറ്റു മില്ലുകാരെ നിയമിച്ചെങ്കിലും അവരും ഈ മേഖലയിലേക്ക് വന്നില്ലെന്ന് ജൈവ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആര്യ മഹർഷി ആരോപിച്ചു. സ്വാമി വിവേകാനന്ദന്റെ 163ാം ജന്മദിനാഘോഷം സ്വാമി വിവേകാനന്ദ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ എഴുത്തച്ഛൻ സമാജം ഹാളിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. തുടർച്ചയായി 2ാം വർഷമാണ് വിവേക വർഷം പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടി ശ്രീരാമദാസാശ്രമം ജനറൽ സെക്രട്ടറി ഡോക്ടർ ഭാർഗവറാം സ്വാമി ഉദ്ഘാടനം ചെയ്തു. മുൻ DGP ഡോക്ടർ TP സെൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സിവിൽ സർവീസ് പരീക്ഷാ പഠന രീതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് 163 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്ക് സൗജന്യ UPSC പഠന പരിപാടിയുടെ ഉദ്ഘാടനവും നടന്നു. സ്വാമി വിവേകാനന്ദ സാമൂഹിക സേവന പുരസ്കാരം സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാൻ മനോജ് കുമാറിന് സമ്മാനിച്ചു. ശ്രീ ശാരദാദേവി ലൈഫ് ടൈം അവാർഡ് ഡോക്ടർ B ഷീബയ്ക്കും സമർപ്പിച്ചു. അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ ഡോക്ടർ മനോജ് ദത്തൻ, ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ, P അരവിന്ദാക്ഷൻ, അരുൺ ആലങ്ങാട്ട്, MV സജു, VS അഭിരാമി എന്നിവർ സംസാരിച്ചു. UPSC പരീക്ഷാ പരിശീലനത്തിന് 163 പേരടങ്ങുന്ന ബാച്ചിലേക്ക് നിലവിൽ 37 സീറ്റുകൾ ഒഴിവുള്ളതായും അഡ്മിഷൻ തുടരുന്നതായും സംഘാടകർ അറിയിച്ചു. പാരീസിലെ ഇന്ത്യൻ എംബസിയിലെ ഹാളിൽ ചിത്രം വരയ്ക്കാൻ അപൂർവ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ജിൻഡോ മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ വാഴപ്പള്ളി വീട്ടിൽ ജിൻഡോ കൂനമൂച്ചി സ്വദേശിയാണ്. കലാകാരനും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ചിത്രകലാ വിഭാഗം പ്രൊഫസറുമായ പാലക്കാട് വെള്ളിനേഴി സ്വദേശി സുരേഷ് K നായരുടെ സഹായിയായാണ് ജിൻഡോ പാരീസിലെത്തിയത്.
33 അടി നീളത്തിലും 10.5 അടി വീതിയിലും ഗോൾഡ് പോയിന്റ് ഉപയോഗിച്ചാണ് ഇന്ത്യൻ നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. കഥകളി, തെയ്യം, പാവക്കൂത്ത്, കഥക് തുടങ്ങിയ ചിത്രങ്ങളാണ് കേരള മ്യൂറൽ എലമെന്റ്സ് ഉപയോഗിച്ച് ആവിഷ്കരിച്ചത്. ഇന്ത്യൻ എംബസിക്ക് വേണ്ടി പാരീസിൽ ചിത്രം വരയ്ക്കാൻ സാധിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് ജിൻഡോ പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ എൻ്റെ അധ്യാപകൻ്റെ ഒപ്പം പാരീസിലെ ഇന്ത്യൻ എംബസിയുടെ വിവേകാനന്ദ ഹാൾ വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം എനിക്ക് കിട്ടി. വരച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് അത് കാണുകയും ഒരുപാട് രാജ്യങ്ങളിലുള്ള ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. ഇന്ത്യൻ എംബസിയുടെ പാരീസിലെ കൾച്ചറൽ സെന്ററിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായാണ് ചുമർ ചിത്രം വരയ്ക്കാൻ ഏൽപ്പിച്ചത്. ഇന്ത്യൻ എംബസി നേരിട്ട് ഏൽപ്പിച്ച കേരളത്തിൽ നിന്നുള്ള 2 പേരാണ് സുരേഷ് കെ നായരും ജിൻഡോയും. മറ്റൊരു സംഘം രാജസ്ഥാനിൽ നിന്നുള്ളവരാണ്. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് സ്ത്രീകൾക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തണമെന്ന് കേരള ബ്രാഹ്മണ സഭ ജില്ലാ വനിതാ സംഗമം ആവശ്യപ്പെട്ടു. പൂങ്കുന്നം സീതാരാമ മണ്ഡപത്തിൽ നടന്ന സമ്മേളനം വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ജെ ശാന്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TV ജയലക്ഷ്മി ശർമ്മ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഉഷാദേവി, രാധ ശിവരാമകൃഷ്ണൻ, ജ്യോതി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. ചുരുങ്ങിയ കാലം കൊണ്ട് ജനപ്രിയ ബ്രാൻഡായി മാറിയ പ്രാതൽ ഫ്രഷ് ഫുഡ് പ്രോഡക്ട്സ് പുറത്തിറക്കിയ പ്രാതൽ ഫ്രഷ് പുട്ടുപൊടിയുടെ ലോഞ്ചിംഗ് നടന്നു. പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക തിരുനാൾ ഗ്രൗണ്ടിലൊരുക്കിയ പ്രാതൽ സ്റ്റാളിൽ നടന്ന ചടങ്ങിൽ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര പ്രാതൽ ഫ്രഷ് പുട്ടുപൊടിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പുറനാട്ടുകര ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ കമ്പനി ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. കമ്പനി ടീം സോങ് പ്രകാശനം തോമസ് ചെറുമൽ നിർവഹിച്ചു. ആദ്യ വിൽപ്പന പാർട്ണർ ബിന്ദു ജയചന്ദ്രൻ അടാട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത കൃഷ്ണന് നൽകി നിർവഹിച്ചു. പ്രാതൽ ഫ്രഷ് മാനേജിംഗ് പാർട്ണർ ജെറി ആന്റണി അധ്യക്ഷനായിരുന്നു. ഒരിക്കലും ഒരു സോഫ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇതിനൊരു ഫ്ലേവർ ഉണ്ടെന്നോ നമ്മൾ അവകാശപ്പെടുന്നില്ല. പ്രാതൽ ഫ്രഷ് പുട്ടുപൊടിയുടെ റിയൽ ടേസ്റ്റ്, ഒരു കെമിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ ഒരു പ്രിസർവേറ്റീവ്സോ ആഡ് ചെയ്യാതെ ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റിൽ ചെയ്ത പുട്ടുപൊടിയാണ് പ്രാതൽ ഫ്രഷ് പുട്ടുപൊടി. പ്രാതൽ ഫ്രഷ് നടത്തിയ റീൽ കോൺടെസ്റ്റിൽ വിജയിയായ ആൻസി റോണിക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. പ്രാതൽ ഫ്രഷ് എക്സിക്യൂട്ടീവ് മാനേജർ പ്രദീപ് കുമാർ, അക്കൗണ്ട്സ് മാനേജർ പ്രതീഷ് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,875, പവന് 1,03,000. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ മാത്രം. കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. കലോത്സവം പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ TCV. പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പാലക്കാട് നിന്ന് തിരുവനന്തപുരം പോലീസാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ച സംഭവം. CCTV ഹാർഡ് ഡിസ്ക് ഫോറൻസിക് ലാബ് പരിശോധനക്കയച്ചു. തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. കുങ്ങുന്നത്ത് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി.
പഴയന്നൂർ ചീരക്കുഴി ഡാമിലെ വെള്ളത്തിന് നിറമാറ്റം സംഭവിച്ചതിൽ ആശങ്ക. രാസവസ്തുക്കൾ കലർന്നതായാണ് സംശയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.